ഇവിടെ വന്നിട്ട് ഈ ഒരു സിസ്റ്റം, ഈ ഒരു കോഴ്സിനെ എങ്ങനെ അതിന് ഒരു മണി ഏണിംഗ് സ്കീമാക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ചർച്ചയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൂടുതലായിട്ട് ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയിലൂടെ ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും പെട്ടെന്ന് വിടാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അപ്പൊ കൂടുതൽ സമയം ഞാൻ നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയം ചെലവഴിക്കുന്നില്ല. ഇതെല്ലാം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ആദ്യമായിട്ട് നമുക്ക് ഓരോരുത്തരുടെ 2-3 പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായി, കുറെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ചില ആളുകൾക്ക് കിട്ടുന്ന വരുമാനം നമുക്ക് വേണ്ട ചെലവിനനുസരിച്ച് തികയുന്നില്ല എന്നുള്ള കേസായിരിക്കും. അപ്പൊ പലപ്പോഴും പല ആളുകളും ഇങ്ങനെ ചിന്തിച്ചിരിക്കും, എന്താ ഇനി ചെയ്യുക. ചിലപ്പോ നമ്മൾ ഒരു മാനുവലി ഒരു ജോലിക്ക് പോകേണ്ടി വരും എന്ന് ചിലപ്പോൾ ചിന്തിക്കും. നോർമലി നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. അല്ലാത്ത ആളുകൾ ചിലപ്പോൾ വിചാരിക്കും, എന്താ ചെയ്യാ, കുറെ ഒത്തിരി ആലോചിക്കും. പക്ഷെ എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ ക്യാഷ് കൊടുന്നിറക്കിയിട്ട് നമ്മള് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ചർച്ചകള് നമുക്ക് നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു 2 കാര്യങ്ങളെ കുറിച്ചാണ് മെയിൻ ആയിട്ട് ഇന്ന് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാല്, പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ ഈ കോഴ്സിൽ, ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ പല ആളുകളും ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞ ഒരു സംഗതിയോടുള്ള ഒരു ക്രേസി ഒരു ഡിസൈനെ കൊണ്ട് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ചില ആളുകൾ ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇവിടെ വന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ചില ആളുകൾ ഇതിനൊരു ബിസിനസ് ആക്കി മാറ്റണം എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടിൽ വന്ന കൂട്ടരുണ്ടായിരുന്നു. അപ്പൊ ഈ 3 കൂട്ടരും പല പല കാര്യങ്ങളിലായിട്ട് ഒരേ ചിന്താഗതി, എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എന്താണ്, എവിടെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും നമ്മളെ മാനസികമായിട്ട് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ആവാന്, അല്ലെങ്കിൽ നമുക്ക് അത് എന്തൊക്കെ ചെയ്യണം, വാട്ട് ഈസ് ടു ഡു, എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ അതിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു മാപ്പ് അത് നമുക്ക് ഇതുവരെ കിട്ടാറില്ല. അതിന് പ്രധാനമായിട്ട് കാരണം, നമ്മൾ ഇതുവരെ ട്രഡീഷണൽ സിസ്റ്റത്തിൽ നമ്മളൊക്കെ സ്കൂളുകളും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നമ്മളെല്ലാം ഫോക്കസ് ചെയ്തിരുന്ന കൂടുതൽ മാർക്ക് വാങ്ങാൻ. നിങ്ങൾക്കറിയാം, നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ കഴിവുകളെ മെയിൻ ആയിട്ട് മെഷർ ചെയ്തിരുന്നത് നമ്മുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, നമ്മുടെ കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടുതൽ മാർക്ക് കൂടുതൽ വാങ്ങുമ്പോൾ നമ്മൾ നല്ല പഠിക്കുന്ന ആളുകളും നല്ല കഴിവുള്ള ആളുകളും, മാർക്ക് കുറവ് വാങ്ങിക്കുമ്പോൾ നമ്മൾ കഴിവില്ലാത്ത ആളുകളൊക്കെ ആയിട്ട് നമ്മളെ തന്നെ പലതരത്തിലും നമുക്ക് തന്നെ മാർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഉള്ള കോൺഫിഡൻസും പല ആളുകൾക്കും നഷ്ടപ്പെട്ടു. കൂടാതെ തന്നെ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെ പണം ഉണ്ടാക്കി തരാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആരും പഠിച്ചിട്ടില്ല. നമ്മുടെ സ്വന്തം ജീവിതത്തിന് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഒരു മിനിമൽ ലെവൽ, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ജീവിച്ച് എങ്ങനെ ഈ ജീവിതത്തിൽ നമുക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കുവാന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ബേസിക് പാഠം അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോ പറഞ്ഞു, നിങ്ങളെല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വലിയ രഹസ്യമുണ്ട്. ആ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ നമ്മളെല്ലാവരും അതിനെ എപ്പോഴും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ആ രഹസ്യം നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ആക്ച്വലി ഞാനിത് റിവീൽ ചെയ്യാൻ പോകുന്നത് ഇത് വേറെ എവിടെയല്ല,
നിങ്ങളുടെ തന്നെ ഉള്ളിലുണ്ടാകുന്നത്. അതിന്റെ പേരാണ് സ്കിൽസ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്റെ പേര് പറയാം. എന്റെ പേര് അനസ് അബ്ദുറഹ്മാൻ. ഞാൻ 12 വർഷമായിട്ട് സ്കിൽ സെക്ടറിൽ ജോലി ചെയ്തു വരുന്നു. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ PMKY, NULM ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളെ കോച്ചായിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ ഇന്നിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ സ്കില്ലിനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രാധാന്യത്തിനെ കുറിച്ചാണ്. ഒത്തിരി സമയമില്ല, എനിക്കറിയാം ഒത്തിരി വീട്ടമ്മമാരാണ് ഇതിൽ കൂടുതലായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ബേസ് മാത്രം ഇട്ട് അതിനുശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ SMC ഗ്രൂപ്പ് വഴി ഡിസ്കസ് ചെയ്ത് ബാക്കിയുള്ള മാറ്റേഴ്സിലേക്ക് പോകാം. എന്തായാലും എന്താണ് സ്കില്ല്? ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ആഗ്രഹം. ചില ആളുകൾക്ക് ഫാഷൻ ഡിസൈനിങ് ഒരു അതിയായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹത്തെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആക്കി മാറ്റുമ്പോൾ നമുക്കതിൽ നിന്ന് സംതിങ് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, എല്ലാ ആളുകളും ഓരോരോ കഴിവുകൾ വെച്ചിട്ടാണ് പണം ഉണ്ടാക്കുക. ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഡോക്ടറുടെ കഴിവ് എന്താ? അദ്ദേഹം പഠിച്ച ഒരു പെർട്ടിക്കുലർ സ്കില്ല്, ആ കഴിവ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പണം ഉണ്ടാക്കുന്നത്. ഒരു ടീച്ചർ ആയിക്കോട്ടെ, അദ്ദേഹം പഠിച്ച നോളജിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പണം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു കാർപ്പൻ്റർ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ കഴിവിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പണം ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ ആവറേജ് പേഴ്സൺ ആയിട്ടുള്ള നമ്മൾ പഠിച്ച കോഴ്സിനെ കുറിച്ച്, എന്ത് കോഴ്സാണ്, എന്തിലേക്ക് എന്ത് കഴിവാണ് നമ്മൾ പഠിച്ചത് ഇതുവരെ നമുക്ക് ആർക്കും അറിയാം. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് നമ്മുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് കണക്കാക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ വന്ന് പഠിക്കുന്ന ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ആണെങ്കിൽ പോലും ഈ കോഴ്സ് നിങ്ങൾക്കൊരു മണി മേക്കിംഗ് മാറ്റർ ആക്കി മാറ്റാൻ വളരെ ഈസിയാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങളിൽ നിന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ പണം ഏൺ ചെയ്യാൻ ഉണ്ടാക്കാൻ തുടങ്ങേണ്ടത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യുക. നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളുടെ സമയം പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്കില്ല്. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ട് ഒന്നും അറിയാത്ത ഒരു കുട്ടി ഇന്ന് അവള് ഒരു 4-5 വീഡിയോ കണ്ട് ഒരു പില്ലോ കവർ തയ്ക്കാൻ പഠിച്ചു. ആ പില്ലോ കവർ തയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റണം എന്നുള്ളതിനെ കുറിച്ച് അവൾ ആലോചിക്കുന്നില്ല. പില്ലോ കവർ പഠിച്ചു, അതിന്റെ സർട്ടിഫിക്കറ്റ് മണി മീഡിയയാക്കി മാറ്റാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാത്തതാണ്. നമുക്ക് നമ്മുടെ സ്കില്ലുകളെ നമുക്ക് ഒരു പൈസ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാക്കി മാറ്റാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നിങ്ങൾ ഇപ്പൊ നമ്മൾ ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലേക്ക് നിങ്ങൾ മനസ്സിലാക്കി, ഞാനൊരു ഒരു ചെറിയ റൂട്ട് മാപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ സ്കില്ല് ഏൺ ചെയ്യുക. ആ സ്കില്ലിനെ നിങ്ങൾ പ്രൊഫഷണലൈസ് ചെയ്യുക. എന്നാല് ആ സ്കില്ലിന്റെ മാക്സിമം നോളജ് നിങ്ങൾ ആ നോളജിനെ പിന്നെ സ്കെയിലപ്പ് ചെയ്യുക. അതെല്ലാം നമുക്ക് സ്റ്റേജ് വൈസ് ആയിട്ട് ഓരോ സ്റ്റേജിൽ നമ്മൾ പഠിപ്പിക്കുന്നതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാല്, എന്തുകൊണ്ട് നമ്മൾ പല ആളുകൾക്കും നമ്മളുടെ ഒരു ചെറിയ സ്കില്ല് കൊണ്ട് നമുക്ക് വരുമാനം നേടാൻ കഴിയുന്നില്ല? മെയിൻ ആയിട്ട് നമുക്ക് എന്താ വെച്ചാല്, ഇത് നടക്കും. ആ സംഗതിയൊക്കെ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയും. നമ്മുടെ മനസ്സിൽ നമ്മൾ ആദ്യം തന്നെ കുത്തി നിറച്ചു വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് അതൊന്നും നടക്കൂല, നമ്മളെ കൊണ്ട് അതൊന്നും കഴിയില്ല, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മളൊന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊന്ന് ശ്രമിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്, ഫസ്റ്റ് ബിലീവ്. നിങ്ങൾ വിശ്വസിക്കണം. ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് നിങ്ങളിൽ ബിലീവ് ചെയ്താൽ മാത്രമേ നിങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരു മണി ഏർണിംഗ് സിസ്റ്റം നിങ്ങളിലേക്ക് ഡെവലപ്പ് ചെയ്തുണ്ടാക്കാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത്, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളിലേക്ക് സ്കില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭൂരിഭാഗം സമയം നിങ്ങൾ ചെലവഴിക്കുക. രണ്ടാമത്തെ സ്റ്റേജിൽ പറഞ്ഞിട്ട്
നിങ്ങളിലേക്ക് സ്കിൽ അക്വയർ ചെയ്ത് കഴിഞ്ഞു ആ സ്കില്ലിനെ നിങ്ങളൊരു മണി ഏണിംഗ് സിസ്റ്റം ആക്കുക. എന്നാല് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് ഒരു പില്ലോ കവർ ഉണ്ടാക്കിയാൽ പോലെ നിങ്ങൾക്ക് അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം. ഇന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഒരു മൊബൈൽ മാത്രം മതി നിങ്ങൾക്ക് അത് സെല് ചെയ്യാൻ. അപ്പൊ നമ്മൾ തന്നെ ഇനിയിപ്പോ നെക്സ്റ്റ് ലെവലിൽ നമ്മൾ ഈ SMCയില് നമ്മളിപ്പോ റീസെല്ലിംഗ് പ്രോഗ്രാം നമ്മൾ തുടങ്ങാൻ പോകുന്നത്. കാരണം നിങ്ങളിൽ കുറെ ഒത്തിരി പേർക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ടെന്ന് നിങ്ങളെ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് ഒന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ തന്നെ പല പ്രൊഡക്റ്റുകളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം, അതേപോലെ ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതിലൊക്കെ നമ്മൾ ഫുൾ ടൈം ഇരിക്കുന്നുണ്ടല്ലോ. ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ സെല് ചെയ്യാന്നുള്ള ഒരു കോഴ്സും അതിനെ കുറിച്ച് ഉള്ള ഒരു മൊഡ്യൂൾസും കാര്യങ്ങളും ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ SMCയിൽ നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് നമ്മളത് പങ്കുവെക്കുന്നതായിരിക്കും. എന്നാൽ ഇന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും കൂടെ കൂടുതലായിട്ട് എനിക്ക് പറയാൻ വേണ്ടിയുള്ള സമയമില്ല. എനിക്ക് ആകെ അരമണിക്കൂറാണ് ഇവിടെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഉള്ള സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് ആകെ തരുന്ന ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്കില്ലിനെ കുറിച്ച് നിങ്ങൾ ബോധേഡാവുക. ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ കഴിവിൽ മാത്രമേ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യം അപ്ഗ്രേഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കില്ലിനാണ്. നിങ്ങൾ അറിവുണ്ടാക്കുക, നോളജ് ഉണ്ടാക്കുക, ആ നോളജ് വർദ്ധിപ്പിക്കുക. ആ നോളജ് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ പൈസയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാം, സാധാരണ ഒരു MBBS പഠിച്ച ഒരു ഡോക്ടറും അതേപോലെ അതിന് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറും തമ്മിൽ, അതിന് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചു പോകുന്ന ഡോക്ടേഴ്സും തമ്മിൽ അവിടെ എമൗണ്ടും ചാർജും എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ സാധാരണ ഒരു ബേസിക് ലെവലിൽ നിൽക്കാതെ നിങ്ങൾ അതിന്റെ ഡെപ്തിലേക്ക് പോയി കൂടുതൽ പഠിച്ച് അതിനെ ഒരു മണി ഏണിംഗ് സിസ്റ്റം ആക്കിയിട്ട് മാറ്റാനുള്ള കുറെ ടെക്നിക്കുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മളൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതാണ് SMC. SMC എന്ന് പറഞ്ഞാൽ സക്സസ് മെമ്പേഴ്സ് ക്ലബ്ബ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഈ ക്ലബിലൂടെ എന്താ വെച്ചാൽ ഒത്തിരി പേര് നമ്മളെ ഈ ഗ്രൂപ്പിൽ തന്നെ ഒത്തിരി പേര് ഇതുപോലുള്ള പല പ്രോഗ്രാമുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ചെയ്യുന്ന ആളുകളുമായിട്ട് പരസ്പരം നിങ്ങളുടെ ആശയങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒന്നും തുടങ്ങാത്ത ആളുകൾക്ക് കുറച്ചൊക്കെ തുടങ്ങിയ ആളുകളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസും കുറച്ചൊക്കെ തുടങ്ങിയ ആളുകൾക്ക് അതിലും കൂടുതലായിട്ട് അതിനൊരു ബിസിനസ് ലെവലിൽ ബ്രാൻഡിങ് ലെവലിൽ ചെയ്യുന്ന സ്വന്തമായിട്ട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊമേഴ്സിലൂടെ ചെയ്യുന്ന ആളുകളിൽ നിന്നും കിട്ടേണ്ട കുറെ ഇൻഫർമേഷൻസ് കിട്ടുന്നതിനും ഇങ്ങനെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മുടെ ഐഡിയാസും കാര്യങ്ങളും ഷെയർ ചെയ്ത് നിങ്ങൾക്കൊരു മണി ഏണിംഗ് മോഡൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SMC എന്നുള്ള ഒരു ക്ലബ്ബ് നമ്മൾ ഇന്നത്തോട് കൂടിയിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ട് നമ്മൾ മുന്നിലേക്ക് റിലീസ് ചെയ്തു തരുന്നത്. ആ SMCയിൽ ഓരോ ദിവസം വരുന്നത് ഒരു ബിസിനസ് ലെവലിനെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം പഠിക്കണം, അത് എങ്ങനെയെല്ലാം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു മണി ഏണിങ്സ് ആക്കിയിട്ട് മാറ്റാൻ പറ്റുന്നത്. ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരു പില്ലോ കവർ ഉണ്ടാക്കാൻ പഠിഞ്ഞാൽ കൂടി അതുപോലും നിങ്ങൾക്ക് ശരിക്കും ഒരു മണി ഏണിങ് ആണ്. ഒരു ബിബ് ഉണ്ടാക്കിയിട്ട് അത് മാർക്കറ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എങ്ങനെ നമുക്ക് അതിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങളെ ആലോചിക്കുന്നില്ല. അതേപോലെ തന്നെ പില്ലോ കവർ, അതുപോലെ ഒത്തിരി മോഡലുകളും കാര്യങ്ങളും അറിയുന്ന ആളുകളുണ്ട്. കാരണം വെച്ചാൽ അതിന്റെ മൈൻഡ് സെറ്റ് അതേപോലെ നമ്മൾ ആദ്യം ഈ ഒരു ചെറിയ പ്രിൻസിപ്പിളാണ് എന്താണ് സ്കില്ല് എന്ന് മനസ്സിലാക്കുക. ആ സ്കില്ലിനെ ഒരു മണി ഏണിംഗ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക. കാരണം എനിക്കറിയുന്ന ഈ പണി ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വകുപ്പ് എങ്ങനെ ആക്കാൻ പറ്റും എന്ന് നോക്കുക. അതിനെ വീണ്ടും ആ പൈസന്റെ എണ്ണം കൂട്ടി കൊണ്ടുവരാം. ഈ 3 സ്റ്റെപ്പ് കവർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ പഠിച്ച ഒരു സ്കില്ലിനെ ഒരു മണി ഏണിംഗ് ലെവലാക്കിയിട്ട് മാറ്റാൻ പറ്റും. അത് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഈ ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് എനിക്കുള്ളത്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാ ഫ്രണ്ട്സുകളും ഒത്തിരി പേര് റീസെല് ചെയ്യുന്നതും അതേപോലെ പല പല ബ്രാൻഡുകളിലുള്ള പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ ഒത്തിരി പേര് മീഷോ പോലുള്ള റീസെല്ലിംഗ് ആപ്പില് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും, സെല് ചെയ്യുന്നു എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അവർ വിൽക്കുന്ന അതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിനും ഈ മാർക്കറ്റിൽ അതിൻ്റെതായിട്ടുള്ള ഡിമാൻഡുകളുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള യുണീക്നെസ്സിന് നിങ്ങളുടേതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ആ വാല്യൂകളെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എന്നും ജോലി ചെയ്ത് മാത്രമേ പണം ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ള ഒരു സിസ്റ്റം, അത് നമുക്ക് പണ്ടെങ്ങോ നമ്മുടെ മൈൻഡിൽ മാത്രം വന്നു പെട്ടുപോയ ഒരു സിസ്റ്റമാണ്. നമുക്ക് ഒരു കോഴ്സ് പഠിക്കുക, അതിൽ സർട്ടിഫിക്കറ്റ് നേടുക,
ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവിടെ ഒരു ഇന്റർവ്യൂവിന് പോവുക, അവിടെ ജോലി ചെയ്യുക, ജോലി കിട്ടുമ്പോൾ ശമ്പളം വാങ്ങുക. ഇതാണ് നമ്മൾ പണ്ട് മുതലേ പഠിച്ചു വരുന്ന സിസ്റ്റം. സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് മാത്രമല്ല ഒരു മണി എണി. പല ആളുകൾക്കും പല രീതിയിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. വീട്ടിലെ പല സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ മക്കളുണ്ടാവും, കുടുംബക്കാർ, ഇങ്ങനെ പല പല സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടിന്റെ പുറത്ത് പോയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്, എനിക്കറിയാം. എസ്പെഷ്യലി ഇതിൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേരും വീട്ടമ്മമാരാണ്. അപ്പൊ അവർക്കെല്ലാം വീട്ടിലിരുന്ന് എങ്ങനെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചായിരിക്കും കൂടുതലായിട്ട് അറിയേണ്ടി വരും. അപ്പോ അതിനെല്ലാം ആദ്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾക്ക് അത് കഴിയും, നിങ്ങളെ കൊണ്ട് കഴിയും, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ബിലീവ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങളെപ്പോലെ തന്നെ കോളേജിലുള്ള ആളുകളാണ് ഇത്തരം സാധനങ്ങൾ മാർക്കറ്റിലേക്ക് വിപണനം ചെയ്യുന്നത് ഒരു സംഗതി മനസ്സിലാക്കും. നിങ്ങളെപ്പോലുള്ള അതേപോലെ പഠിച്ച ആളുകൾ തന്നെയാണ് ഇത്തരം പ്രൊഡക്റ്റുകളുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, യൂണിക്നെസ് അനുസരിച്ച് മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ് വിതരണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ അവര് വേറൊരു ലോകത്ത് നിന്ന് വരുന്ന ആളുകളല്ല. മൂന്നാമത്, എല്ലാവരും ചെയ്യുന്ന പോലെ ഉള്ള ആ ഒരു സിസ്റ്റം നിങ്ങളും പഠിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്കും ഇതേപോലുള്ള ഒരു മണി ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കണം. അപ്പൊ ഈ വിശ്വസിക്കുന്നതോട് കൂടി തന്നെ ഇതുപോലുള്ള ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിറ്റിയോട് നിങ്ങളെ കൂടെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടാവും. എവിടെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ ഒത്തിരി ക്ലാഷ് ഉണ്ടായിരിക്കും. കാരണം എവിടെ തുടങ്ങാന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒത്തിരി പൈസ. ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു, ഇതിനൊന്നും ഒരു പൈസ ആവശ്യമില്ല. ഒരു പണം നിങ്ങളെ കയ്യിൽ ഇല്ലാതെ തന്നെ നിങ്ങളെ കയ്യിൽ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു മേഖലയിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ അതിനെ സീരിയസ് ആയിട്ട് നിങ്ങളെ മൈൻഡിൽ ആദ്യം ആ ഒരു തോട്ട് വേണം. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമുക്ക് പല ആളുകളും വിചാരിക്കും എനിക്കൊരു വീട് വേണം. ഈ വീട് വേണമെന്നുള്ള ചിന്ത ആദ്യം വരുന്നത് എവിടെയാണ്? നിങ്ങളെ മനസ്സിലാണ്. ഈ മനസ്സിൽ വന്നതിന് ശേഷം മാത്രമാണ് പിന്നെ അത് പ്രാവർത്തികമായിട്ട് റിയാലിറ്റിയിൽ വരുന്നു, അല്ലേ? ഇതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ എനിക്ക് ഒരു ജോലി ഞാൻ പഠിച്ച് അതിൽ നിന്ന് പണം ഉണ്ടാക്കും എന്നുള്ള ആ ഒരു റിയാലിറ്റി നിങ്ങളെ മനസ്സിൽ ആദ്യം അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നിങ്ങൾ അതിനെ ഡെപ്തിൽ പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം പഠിച്ചു, അന്നിപ്പോ ഒരു മോഡൽ പഠിച്ചു, അത് അവിടെ ഇടുകയല്ല. അതിനുശേഷം നിങ്ങൾ അതിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ആദ്യത്തെ ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കുടുംബക്കാര്, നിങ്ങളുടെ അടുത്തുള്ള ആളുകള്, നിങ്ങളുടെ വീട്ടിലും ആയിട്ടുള്ള ആളുകളുമായിട്ട് ചെറിയ രീതിയിൽ നിങ്ങൾ സെല്ല് ചെയ്യും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു കോൺഫിഡൻസ് കൂടും. ഓക്കെ, ഇതിന്റെ പല ആളുകളും നല്ല രീതിയിൽ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ, കൊള്ളാം, നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം കിട്ടും, നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, ഇത് കൊള്ളാലോ. പിന്നെ ഒന്നും വേണ്ട, ഒരു ചുരിദാറിന് പല ചുരിദാർ നിങ്ങൾക്ക് അടിക്കാൻ പഠിച്ചിട്ടുണ്ടാവും. ഒരാള് ചുരിദാർ അടിക്കാനും പഠിച്ചിട്ട് കാലാകാലം അടിക്കാനൊക്കെ അറിയാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരു പൈസ കിട്ടാൻ പോകുന്നില്ല. ഞാൻ പറയല്ലേ, മാർക്കറ്റിലേക്ക് ഇത് പുറത്തുള്ള ആളുകൾക്ക്, ഇത് ആവശ്യമുള്ള ആളുകളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയണം. എത്തിക്കാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിറ്റിയിലൂടെ കിട്ടുന്ന ഓരോ ഇൻഫർമേഷൻസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടാതെ നിങ്ങളെ കമ്മ്യൂണിറ്റിയിലെ പരസ്പരം ബാക്കിയുള്ള ആളുകളായിട്ട് പരസ്പരം നിങ്ങളുടെ ആശയങ്ങളെ പരസ്പരം ഷെയർ ചെയ്യണം. ഒരിക്കലും എനിക്കറിയില്ല, എന്റെ ജീവിതത്തിൽ ഈ മോഡലാണ്, അപ്പോ ഇതേപോലെ അല്ല മറ്റുള്ളവര്, അങ്ങനെ കരുതരുത്. എല്ലാവരുടെ സ്റ്റൈലിനും ഒരു യൂണീക്നെസ് ആണ്. പലതും ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന സ്റ്റൈലായാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്റ്റൈൽ മറ്റുള്ള ആൾക്ക് ഇഷ്ടപ്പെട്ടുള്ളന്നില്ല. ഡിഫറെന്റ് ലെവലാണ് ഓരോരുത്തരുടെ സ്റ്റൈൽസും അതേപോലെ അവരുടെ പ്രതീക്ഷകളും. അതുകൊണ്ട് ഓരോരുത്തരുടെ സ്റ്റൈലിനും ഓരോ യൂണീക്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ഈ സ്കില്ലുകളെ നിങ്ങളുടെ എങ്ങനെ നാളെ മുതൽ, ഇപ്പൊ ഇതില് പല ലെവലിലുള്ള കുട്ടികളുണ്ട്. ചില ആളുകൾ കുറച്ചൊക്കെ പഠിക്കും, കുറച്ചൊക്കെ നിർത്തി പോകും. ചില ആളുകൾ ഒന്ന് രണ്ട് മോഡലൊക്കെ പിന്നെ സമയമില്ല എന്ന് പറയും. ഞാൻ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാൻ വെച്ചാൽ, സീരിയസ് ആയിട്ട് നിങ്ങൾക്കൊരു ഒരു സ്കിൽ ഉണ്ടാക്കി അതിൽ നിന്നും മണി ഏൺ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്
നിങ്ങളുടെ കോഴ്സിലൂടെ ഒന്നുകൂടെ ആഴത്തിലൂടെ ഇറങ്ങി അതൊന്നുകൂടെ ഡെപ്തിൽ പഠിക്കുക. ആ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് ഞാൻ പറഞ്ഞ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ബന്ധുക്കൾ ഉണ്ടായിരിക്കും, അതേപോലെ റിലേറ്റീവ്സ് ഉണ്ടായിരിക്കും, അവരിലേക്ക് നിങ്ങൾ കൂടുതൽ ലാഭം പ്രോഫിറ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനുശേഷം അതൊരു ഗിഫ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ വെറുതെ കൊടുക്കേണ്ട, അവർക്ക് ചെലവാകുന്ന പൈസ നിങ്ങൾ ആയിക്കോട്ടെ. അതിനുശേഷം നിങ്ങൾ അതിനെ നിങ്ങൾ ചെറിയ രീതിയിൽ നിങ്ങൾ അതിന്റെ വിപണനത്തിന്റെ തന്ത്രം മനസ്സിലാക്കി. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ഒന്ന് മാർജിനൈസ് ചെയ്ത് നിങ്ങൾ കൊടുക്കുക. പിന്നെ നിങ്ങൾ അതിനെ ഒരു ബിസിനസിന്റെ ലെവലിലേക്ക് സീരിയസ് മൈൻഡിലേക്ക് നിങ്ങൾ മാറ്റണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു 2-3 മെത്തേഡുകൂടെ ഞങ്ങളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം വെച്ചാല് ചില ആളുകൾക്ക് ഇതെന്താണെന്ന് അറിയുന്നുണ്ടാവില്ല, സോഷ്യൽ മീഡിയയിൽ എങ്ങനെയൊക്കെ ഇത് മാർക്കറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത് നമുക്ക് എങ്ങനെ അത് പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ എന്തെല്ലാം പോരായ്മകൾ വരും, അല്ലെങ്കിൽ എങ്ങനെ ഡെലിവറി ചെയ്യണം, അങ്ങനെ പറയാം. അപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് റീസെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹബ്ബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റീസെന്റ്ലി അത് ഒരുപാട് വൈകാതെ തന്നെ അത് ഓപ്പൺ ആവും. എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളവിടെ പഠിക്കുന്ന ഒത്തിരി കുട്ടികള് പിന്നെ പേഴ്സണലായിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു പിന്നെ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു വകുപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതിന് കുട്ടികളുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ അങ്ങനെ ഒരു ഹബ്ബ് ഉണ്ടാക്കിയത്. അപ്പൊ ഒത്തിരി 2-3-4 കമ്പനികളായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുകയും ആ പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് അവർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഓർഡർ നമ്മുടെ ഓഫീസിലേക്ക് നിങ്ങൾ പിന്നെ ഡയറക്റ്റ് നിങ്ങൾ കൈമാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കസ്റ്റമറുടെ അഡ്രസ്സിലേക്ക് ഈ സാധനം ഡെലിവറി ചെയ്യുകയും ക്യാഷ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഈ രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മൾ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് റീസെന്റ് അതിന്റെ ഓൾമോസ്റ്റ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ആദ്യ ഘട്ടം എന്നുള്ള രീതിയിലാണ് നമ്മൾ SMC സക്സസ് മാനിഫെസ്റ്റേഷൻ ക്ലബ് എന്നുള്ള ഈ ഒരു ക്ലബിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ക്ലബിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കുന്നത് എത്രയും പെട്ടെന്ന് ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങളുടെ ഫസ്റ്റ് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതിനുള്ള ഒത്തിരി മാർഗനിർദ്ദേശങ്ങളായിരിക്കും നമ്മുടെ ഈ SMC എന്നുള്ള ഈ ക്ലബിലൂടെ ഓരോ ദിവസം നിങ്ങളിലേക്ക് വരുന്നത്. അതിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ ഒരു നല്ല മണി ഏണിംഗ് സ്ട്രീം ആക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിന് ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ സാധാരണ ആദ്യഘട്ടത്തിൽ നിന്ന് ഒന്നുമില്ലായ്മ നിന്ന് ഒരു ഫസ്റ്റ് ഒരു ടൈലർ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ബോട്ടിക്ക് എന്നുള്ള ലെവലിലേക്കും നെക്സ്റ്റ് ലെവൽ അതിനൊരു ഇ-കൊമേഴ്സ് സൈറ്റിലേക്കും, കാരണം നമ്മുടെ പല സ്റ്റുഡൻസും ഇ-കൊമേഴ്സ് സൈറ്റുകളിലും മറ്റും എല്ലാം ഒത്തിരി വ്യാപാരം നടത്തുന്ന പല സ്റ്റുഡൻസും നമുക്കുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല ആളുകളുമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് അവരിലൂടെ അവരെങ്ങനെയാണോ മാർക്കറ്റ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് ലേൺ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ SMCയിൽ വരുന്ന ഓരോ ദിവസം വരുന്ന ഇതുപോലുള്ള ഒരു ടിപ്പുകൾ ഉണ്ടാവും, ടിപ്പ് വീഡിയോകൾ അതേപോലെ ടിപ്സ് നമ്മൾ അതിലേക്ക് നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അത് പല വിധത്തിലുണ്ടാവും. ഞാൻ പറഞ്ഞ ചില ആളുകൾക്ക് മൈൻഡ് സെറ്റ് ആയിരിക്കും ക്ലിയർ ചെയ്യേണ്ടത്. മൈൻഡ് സെറ്റ് ക്ലിയർ അല്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോണില്ല. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ പിന്നെ ബാക്കിലേക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനും ഒന്നും നടക്കില്ല. നാളെ ഈ നേരം വരുമ്പോൾ വേറെ ഒന്നും നടക്കില്ല. അപ്പൊ നമ്മളെ മൈൻഡ് സെറ്റ് അത് ആദ്യം പക്കയായിരിക്കണം. അപ്പോ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ചെയ്യാണ്ട് അത് എനിക്ക് എല്ലാം കൂടെ ഈ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയില്ല. കാരണം അതൊരു വലിയ ഒരു മാസ്റ്റർ സബ്ജക്റ്റ് ആണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ പണം എങ്ങനെ നിങ്ങളുടെ ഈ ഒരു സ്കില്ല് ഉപയോഗിച്ച് പണം നേടാമെന്നുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള പിന്നെ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻസ് അതേപോലെ ടിപ്സ് ഇതടങ്ങിയിട്ടുള്ള മെസ്സേജുകൾ വരുന്നത് നമ്മുടെ SMC എന്നുള്ള ഈ ചാനലായിരിക്കും. ആ ചാനല് നാളത്തോട് കൂടിയിട്ട് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ആ ചാനലില് നിങ്ങൾ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ആയിരിക്കും, നിങ്ങൾക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. ആ ജോയിൻ ചെയ്യുന്ന ചാനലിലൂടെ നിങ്ങൾക്ക് ഓരോ ദിവസവും ഇതേപോലെ നിങ്ങളുടെ സ്കില്ല് കൂട്ടുവാനും ആ സ്കില്ലിനെ കൂട്ടി നിങ്ങൾക്കൊരു മണി ഏണിംഗ് സ്ട്രീം ആക്കി മാറ്റി തരാനുള്ള ഒരുപാട് ടിപ്പുകൾ നിങ്ങൾ പേടിക്കേണ്ട. അതിന് ക്യാഷ് ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒത്തിരി സ്റ്റുഡൻസിന് ഉണ്ടായിരുന്ന
ഒരു റിക്വയർമെന്റ് ആണ്. പിന്നെ നമുക്ക് പിന്നെ ഒരു മണി ഏണിങ് ഞങ്ങൾ പഠനമൊക്കെ കഴിഞ്ഞു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് പിന്നെ ഈ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയി. പക്ഷെ നമുക്ക് ഇതിലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗങ്ങൾ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുമെന്നുള്ളത് ഒത്തിരി സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു സജഷൻ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ നിയാൻ സിറ്റി ക്യാമ്പസ് നമ്മൾ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇപ്പോ 100ാമത്തെ ബാച്ച് പിന്നെ ഞങ്ങൾ ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ 100ാമത്തെ ബാച്ച് കഴിഞ്ഞ ശേഷം ഇനി അവിടുന്ന് അങ്ങോട്ട് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ സന്തോഷകരമായിട്ട് എല്ലാവർക്കും ഒരു SMCനെ, കാരണം ഈ പഠിച്ച കുട്ടികൾക്ക് അതിനെ നമുക്കൊരു പിന്നെ വരുമാനത്തിന്റെ സോഴ്സ് ഉണ്ടാക്കാൻ തരുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ SMC ഗ്രൂപ്പിലൂടെ നിങ്ങളിലേക്ക് പങ്കുവെക്കും. അത് ഞങ്ങളുടെ 100ാമത്തെ ബാച്ചിന്റെ ഒരു ആഘോഷമായിട്ടാണ് ഞങ്ങൾ ഈ SMC ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളിലേക്ക്. അതിനെ നിങ്ങൾ രണ്ട് കൈ നീട്ടി നിങ്ങൾ സ്വീകരിക്കും. അത് നിങ്ങളുടെ ഭാവിയിലേക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് ട്രസ്റ്റ് ചെയ്യൂ, നിങ്ങളിൽ വിശ്വസിക്കുക. ദെൻ സ്റ്റാർട്ട് ലേണിംഗ്, നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഇൻക്രീസ് യുവർ സ്കിൽസ്, നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ആഴത്തിൽ അതിന്റെ കഴിവുകളെ നിങ്ങൾ കൂട്ടുക. അതിനുശേഷം സ്കെയിൽ അപ്പ്, ആ സ്കില്ലിനെ നിങ്ങളൊരു മണി ഏണിംഗ് സിസ്റ്റം ആക്കി മാറ്റുക. ആ മണി ഏണിംഗ് സ്കില്ലിനെ നിങ്ങൾ സ്കെയിൽ അപ്പ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് ഒരു പണം ഉണ്ടാക്കാനുള്ള ഒരു സൂത്രവാക്യം എന്നുള്ള രീതിയിലേക്ക് നിങ്ങളോട് ഈ നിമിഷത്തിൽ പറയാനുള്ളത്. അപ്പോൾ ബാക്കി കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞാൽ ഇവിടെ നമുക്ക് ലിമിറ്റഡ് ടൈം മാത്രമേ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരൊറ്റ ടോപ്പിക്കിനെ കുറിച്ച്. ഫസ്റ്റ് സ്കില്ലിനെ കുറിച്ച് പഠിക്കുക. സ്കില്ലിനെ നിങ്ങളൊരു മണി ഏണിങ്സ് ആക്കുക. മണി ഏണിങ്സിനെ നിങ്ങൾ സ്കെയിൽ അപ്പ് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഓരോ ദിവസവും നമ്മളുടെ SMC ഗ്രൂപ്പിലൂടെ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ. ഹാൻഡ് റൈസ് ചെയ്യാൻ പറയാം. ഇനി നമ്മളിപ്പോ ഇതുവരെ സംസാരിച്ച ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നു. രാഹുൽ, ആ ഹാൻഡ് റൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കട്ടോ. ഞാൻ ഈ ഇതുവരെ സംസാരിച്ച ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഹാൻഡ് റൈസ് ചെയ്യുക. കാരണം എല്ലാവരും കൂടെ എനിക്ക് പിന്നെ ഒരേ സമയം എനിക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. എനിക്ക് ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാനായിട്ട്. ഇതൊന്ന് കുത്തിയിടേ. ഹലോ സാർ. ഹലോ. ഹലോ. ഹലോ സർ. പോയിന്ന് തോന്നുന്നു. ഹലോ. ഹലോ. സംസാരിക്കൂ. സാർ നമുക്ക് ഇപ്പൊ നമ്മൾ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ ഇതാക്കി കഴിഞ്ഞു. എങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്യും എന്നുള്ളതാണ്. ക്ലിയർ ആയില്ല മാം, പറയൂ. നമ്മളിപ്പോ ഒരു ഹാൻഡ് വർക്ക് ആയിക്കോട്ടെ, അതിപ്പോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത സാധനങ്ങൾ ആയിക്കോട്ടെ, അത് എങ്ങനെ കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാരണം നമുക്ക് പുറത്തേക്ക് ഇതാക്കി കൊടുക്കുമ്പോ അതിനൊരു ഇതുണ്ടാവുമല്ലോ. നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക?
ഇങ്ങനെ നിങ്ങളെങ്ങനെ ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈൻ ആയിട്ട് അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഓഫ്ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ആണോ ആയാലും ഉദ്ദേശിച്ചത്? നമുക്കിപ്പോ ഓൺലൈൻ വഴി നമുക്കിപ്പോ ഓരോ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ ഇതാക്കാം. പക്ഷെ ഓഫ്ലൈൻ ആയിട്ട് നമ്മള് ബോർഡ് വെക്കാൻ പറ്റാതെ അങ്ങനെ അല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റാതുള്ള ബോർഡ് വെക്കാതെ എനിക്ക് മനസ്സിലായി. ഒന്ന് ക്ലിയർ ആയി. ഹലോ, ഈ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു. അത് ഓഫ്ലൈൻ ഓക്കെ. ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ എങ്ങനെ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് സത്യത്തിൽ നമ്മൾ 5 മിനിറ്റോട് പറഞ്ഞാൽ തീരൂല. കാരണം വെച്ചാൽ ആദ്യം കൊടുക്കേണ്ടത് മാർക്കറ്റ് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആദ്യം അതൊന്ന് പറഞ്ഞല്ലോ. അതെ, ഹാൻഡ് ഹലോ, വർക്ക് ചെയ്ത കാര്യം, ഹാൻഡ് വർക്ക് ചെയ്ത സാധനങ്ങൾ, ഇപ്പൊ മാഡം എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്? ഹാൻഡ് എംബ്രോയിഡറി ആയ സാധനങ്ങൾ അത് ഞങ്ങളെ അറിയുന്ന ആൾക്കാര്, പിന്നെ ചിലപ്പോ നമ്മളെ കണ്ടിട്ട് ഈ ഇൻസ്റ്റയിലും ഇതിലൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കുമല്ലോ. ആ അപ്പൊ അതല്ലാതെ നമുക്ക് അതിനെ മാഡം എങ്ങനെ അത് അതല്ലാതെ വിപുലമാക്കാൻ ഇൻസ്റ്റയിൽ പറ്റുന്നുള്ള. മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ആ അതല്ലാതെ നിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ആ കാരണം ഒരു ഷോപ്പിലേക്ക് കൊടുത്ത് അല്ലെങ്കിൽ പിന്നെ നന്നാ അറിയുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് മാത്രമാണല്ലേ നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടുക. ഒരു ചെയ്തരോ ചോദിക്കുമ്പോഴാണല്ലോ നമ്മൾ ചെയ്തു കൊടുക്കുക. അല്ലാതെ നമുക്ക് എന്ത് ആ ചെയ്യാൻ പറ്റും എന്നുള്ള. അല്ലാതെ നമ്മൾ ചെയ്യാന്നുണ്ട്. അതിന് ശരിക്കും വേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് വേണ്ടത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ 5 മിനിറ്റോടൊന്നും കഴിയില്ല. നമ്മൾ ഇങ്ങനെയുള്ള ചർച്ചകളാണ് നമ്മൾ സത്യത്തിൽ നമ്മളെ ഈ പിന്നെ ഇതിലുണ്ടായിരിക്കുക. മാഡം ചോദിച്ചത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും നമുക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റും. കാരണം വെച്ചാല് പിന്നെ നിങ്ങൾ പറഞ്ഞ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നില്ല. ആ കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള ഒരു വഴി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ സ്കെയിലപ്പ് എന്ന് പറഞ്ഞ സമയത്ത് അതിന് തീർച്ചയായിട്ടും ഒരുപാട് മെത്തേഡുകളുണ്ട്. നമ്മളെ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും സോഷ്യൽ മീഡിയ പലതരത്തിൽ പ്ലാറ്റ്ഫോം, യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ പണം കൊടുത്തിട്ടും പിന്നെ കൊടുക്കാതെയും ഓർഗാനിക് ആയിട്ടും പെയ്ഡ് ആയിട്ടും പല മെത്തേഡുകൾ നമുക്ക് ഇന്നുണ്ട്. കാരണം വളരെ ഈസിയാണ്. അല്ലാതെ അത് ഇത്ര വലിയ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ആ കുറച്ച് മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് വരുന്ന ക്ലാസ്സിലൂടെ നമ്മൾ എന്തായാലും നമ്മള് പിന്നെ SMC ഇതെല്ലാം ഡിസ്കസ് ചെയ്യും. മാഡം ഏതായാലും ചോദിച്ച ആൻസർ കറക്റ്റ് ആണ്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ ഒത്തിരി പേര് ഇതേപോലെ മാർക്കറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മളെ ഈ ഗ്രൂപ്പിൽ തന്നെ പല സ്റ്റുഡൻസും ഇതേപോലെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഏതായാലും നമ്മുടെ ഗ്രൂപ്പിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കാരണം അത് ചെറിയ സബ്ജക്റ്റ് അല്ല, അതുകൊണ്ടാണ്. ഹലോ രാഹുലെ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. ടൈം ഈസ് ഓവർ. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. നമുക്ക് ജോയിൻ ചെയ്യാം. അതിൽ ബാക്കിയുള്ള എല്ലാം ഓക്കെ, താങ്ക് യു.